സുനിത വില്യംസാണ് താരം. കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും കഴിഞ്ഞ ദിവസം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ഈ സമീപകാലത്ത് ഇത്രയും ചർച്ചാവിഷയമായ ഒരു ശാസ്ത്ര സംഭവം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഈ സാധാരണ ജനങ്ങൾ മുതൽ ഗവേഷകർ, ശാസ്ത്രജ്ഞർ, അതുപോലെ പൊതുസമൂഹം, സോഷ്യൽ മീഡിയ എല്ലാം സുനിത വില്യംസിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച തുടരുകയാണ്. ഈ അവസരത്തിൽ മുതിർന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനും VSSCയിൽ 42 വർഷം ശാസ്ത്രജ്ഞനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത VP ബാലഗംഗാധരൻ സാർ ഇവിടെയുണ്ട്. ഈ സുനിത വില്യംസിൻ്റെ യാത്രയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ അവിടെ കുടുങ്ങിക്കിടക്കാനുണ്ടായിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായി അദ്ദേഹം സംസാരിക്കും. എഴുത്തുകാരനാണ്. നിരവധി ശാസ്ത്ര പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മികച്ച പ്രഭാഷകൻ കൂടിയായ ശ്രീ VP ബാലഗംഗാധരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപകാലത്തൊന്നും ഇത്രമാത്രം ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ശാസ്ത്ര സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. യഥാർത്ഥത്തിൽ അവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? അവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ 8 ദിവസത്തേക്ക് പോയ ഒരു പരീക്ഷണ പറക്കലാണ്. പരീക്ഷണ പറക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. അതവിടെ ചെന്നപ്പോൾ അവർ പോയ വാഹനത്തിൻ്റെ ചില തകരാറുകൾ കണ്ടു. ആ വാഹനത്തിന് നേരത്തെയും തകരാറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചാണ് അവർ പരീക്ഷണം നടത്തിയത്. അതിന് കാരണം ആ വാഹനം ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയാണ്. നാസ അടുത്ത കാലത്ത് ഒരു 2014 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി 2 കമ്പനികൾക്കാണ് കരാർ കൊടുത്തത്. ഒന്ന് ബോയിങ് കമ്പനിക്ക്, ഒന്ന് സ്പേസ് എക്സിന്. ഈ ബോയിങ് കമ്പനിക്ക് കൊടുത്ത കരാർ എനിക്ക് തോന്നുന്നു $4.2 ബില്യൺ ആ കരാർ. ഒരു വാഹനം ഉണ്ടാക്കി അത് മനുഷ്യനെ കയറ്റാതെ പറന്ന്, അതിൻ്റെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. എന്നിട്ട് മനുഷ്യനെ കയറ്റി ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ISSലേക്ക് ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് തെളിയിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാം. അതാണ് കരാർ. ഈ കമ്പനി, ബോയിങ് കമ്പനിയുടെ സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത് 2 പ്രാവശ്യം പരീക്ഷിച്ചു. ആദ്യം മനുഷ്യനില്ലാതെ. ആദ്യത്തെ പ്രാവശ്യം അത് വിജയിച്ചില്ല. 2ാമത്തെ പ്രാവശ്യം അവരവിടെ പോയി ISSൽ പോയി തിരിച്ചു വന്നു. 3ാമത്തെ പരീക്ഷണമാണ്. അത് ആളില്ലാതായിരുന്നു. അത് 2 ആളില്ലാത്ത. ആദ്യത്തെ 2 പരീക്ഷണങ്ങളും പ്രോട്ടോക്കോൾ അനുസരിച്ച് ആളില്ലാത്ത. 3ാമത്തെ പരീക്ഷണത്തിലാണ് ആളെ കയറ്റിയിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അത് 2-3 പ്രാവശ്യം മാറ്റിവെച്ചു, 3-4 പ്രാവശ്യം മാറ്റിവെച്ചു. പല കൊച്ചു തകരാറുകൾ ഉണ്ടായിരുന്നു. ഈ ഇത് വിക്ഷേപണ വാഹനം പോലെയല്ല. വിക്ഷേപണ വാഹനത്തിലും നമ്മുടെ റോക്കറ്റ് നോക്കിയാലേ, സാധാരണ റോക്കറ്റുകൾ, വിക്ഷേപിക്കാൻ പറ്റിയ റോക്കറ്റുകൾ, മനുഷ്യനെ കൊണ്ടുപോകാൻ പോയ വാഹനങ്ങൾ വളരെ പ്രധാനമാണ്. കാര്യം മനുഷ്യനൊന്നും സംഭവിക്കാൻ പാടില്ല. സുരക്ഷയാണ്. ഇപ്പോൾ സുനിതയ്ക്ക് സംഭവിച്ചത് അവിടെ എത്തിയതിന് ശേഷമാണ്. മനുഷ്യനൊന്നും സംഭവിക്കാൻ പാടില്ല. ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ക്രൈറ്റീരിയ അതാണ്. മനുഷ്യനെ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ മനുഷ്യനൊന്നും സംഭവിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെറിയ തകരാറുണ്ടായിരുന്നു. ഹീലിയം ലീക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ത്രോട്ടിൽ ചെറിയ എഞ്ചിനുകളിലെ റോക്കറ്റ് എഞ്ചിനുകൾക്ക് ചെറിയ തകരാറുണ്ടായിരുന്നു. ത്രസ്റ്ററുകൾക്കൊക്കെ തകരാറുണ്ടായിരുന്നു. അവരോട് എത്തിക്കഴിഞ്ഞപ്പോൾ ത്രസ്റ്ററുകൾക്ക് തകരാറുണ്ടായിരുന്നു. പിന്നെ അത് ശരിയാക്കിയപ്പോൾ നാസ ഒരു തീരുമാനമെടുത്തു. കാര്യം ഈ ശരിയാക്കിയ വാഹനത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് അത്രയും സുരക്ഷിതമാണോ എന്നൊരു ചോദ്യം വന്നത് എപ്പോഴും എന്താണ്, സുരക്ഷയുടെ ഭാഗത്തേക്കാണ് ത്രാസ് തൂങ്ങുക. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, ഉടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഉടനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഉടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ISSലേക്ക് പോകുന്ന വാഹനങ്ങൾ, ഇന്ന വാഹനത്തിൽ ഇന്ന ആൾക്കാർ പോകും, അതവിടെ കിടക്കും, ആ വാഹനം അവരെ കാത്തു കിടക്കും. അത് കഴിഞ്ഞ് അവരതിൽ തിരിച്ചു വരും. ഒരു ഷെഡ്യൂളുണ്ട്. അപ്പോൾ അവിടെ അന്ന് കിടന്നിരുന്നത്, അവിടെ വേറെ 8 പോർട്ടാമെൻറ്റുണ്ട്. അതിൽ കുറേ എണ്ണം ഈ കാർഗോ ഇല്ല, മനുഷ്യനെ കയറ്റാത്ത കാർഗോ കൊണ്ടുപോകുന്ന ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോർട്ടാണ്. അവിടെ ഈ സ്പേസ് എക്സിൻ്റെ ക്രൂ 8 ആണെന്ന് തോന്നുന്നു. ക്രൂ 8 അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞു ക്രൂ 8 അവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേശാഭിമാനിയിൽ ചെറിയ സാധനം എഴുതിയിട്ടുണ്ട്. ആ കാലത്ത് ക്രൂ 8 കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ കാരണങ്ങൾ അവരുടെ സ്പേസ് സൂട്ട് അതിന് അനുയോജ്യമല്ല എന്നൊക്കെയാണ്. എന്തായാലും ശരി, ഇത് ഈ സയൻസും രാഷ്ട്രീയവും ഒക്കെ കൂടി കലർന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും അതിൽ അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? പിന്നെ ഉള്ളത് ഇനി പോകാനുള്ള
അല്ലെങ്കിൽ അവിടെയുള്ള ക്രൂ 9 മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്രൂ 9 അവിടുന്ന് വരണമെങ്കിൽ അടുത്ത വാഹനം ക്രൂ 10 അവിടെ എത്തണം. നമ്മൾ ആലോചിച്ച് നോക്കിയാലേ ഉണ്ടാക്കിയ കാലം തൊട്ട്, ഓപ്പറേഷണലായ കാലം തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ എല്ലാ കാലത്തും ISS ഉണ്ടായിരുന്നു. 7 പേർക്ക് താമസിക്കും. 25 വർഷമായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതിനൊക്കെ പെട്ടെന്ന് ഇവർക്ക് വരാൻ വേണ്ടി ആ വാഹനം തിരിച്ചു വന്നിട്ട് അതിൻ്റെ ബാലൻസ് തെറ്റിക്കാനൊന്നും ആരും തയ്യാറില്ല. ഇത് വലിയ വളരെ വ്യക്തമായൊരു പരിപാടിയുണ്ട്. അപ്പോഴാണ് തീരുമാനിച്ചത് ഇവരെ ഇപ്പോൾ പോയ ക്രൂ 10 എന്ന് പറഞ്ഞ വാഹനത്തിൽ 4 പേരെ കൊണ്ടുപോയാൽ പറ്റൂല. എന്തുകൊണ്ടാണെന്നറിയോ? ആ 4 പേരെ തിരിച്ചു കൊണ്ടുവരണ്ട. അപ്പോൾ 2 പേരെ കൊണ്ടുപോവുക, എന്നിട്ട് അവരോട് ഇറക്കുക, എന്നിട്ട് ഇവരടക്കം 4 പേരെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്രൂ 10 പോയത്. അത് അവരുടെ എത്തി, നമ്മൾ കണ്ടില്ലേ, ടി വിയിലൊക്കെ കണ്ടില്ലേ, അവരുടെ ഇത് കൈമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവർ കമാൻഡറായിരുന്നു. അതെല്ലാം കൈമാറി അത് കഴിഞ്ഞ് അവർ സുഖമായിട്ട് തിരിച്ചു വന്നു. ഇത്തിരി ഹൈപ്പ് ദിലീപ് ചോദിച്ചില്ല എന്താ ഇത്രയും വലിയ ഈ സുനിത വില്യംസിന് നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. ഒന്നാമത് അവർ ഈ രാജ്യം നല്ലോണം, അച്ഛൻ്റെ നാടായാലും ശരി അമ്മയുടെ നാടായാലും ശരി, നല്ലോണം സ്നേഹിക്കുന്ന ഒരു വളരെ വളരെ നൈസായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വനിതയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വനിത, ഒരു മോഡൽ വനിതയാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ വീഡിയോ ഒക്കെ പണ്ടേ കുട്ടികൾ കണ്ട് അവർ പല്ല് തേക്കുന്ന വീഡിയോ, തലകുത്തി നിൽക്കുന്ന വീഡിയോ, ഉറങ്ങുന്ന വീഡിയോ ഒക്കെ വളരെ പ്രചാരം സൃഷ്ടിച്ച കാര്യം. അവരെ അമേരിക്കക്കാർ വിളിക്കും സുനി എന്നാണ്. അപ്പോൾ അറിയാലോ, സുനി വലിയ പ്രിയപ്പെട്ട വനിതയാണ് എല്ലാവർക്കും ലോകത്ത്, പ്രത്യേകിച്ചും ഭാരതീയർക്ക്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ കൽപ്പന ചൗള ഒരുപക്ഷെ കഴിഞ്ഞാൽ, കൽപ്പന ചൗളയെ ആൾക്കാർ മറന്നുപോയെന്ന് തോന്നുന്നു, പക്ഷേ കൽപ്പന ചൗള കഴിഞ്ഞാൽ അന്തർദേശീയ ഇത്തരം ബഹിരാകാശ ഗവേഷണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, അറിയുന്ന ഒരു വ്യക്തിയാണ് സുനിത വില്യംസ്. സുനിത വില്യംസ് എന്താണ് കുടുങ്ങിപ്പോയി എന്ന് പറയുമ്പോഴേ ഒരു ദുഃഖമായിരുന്നു. ആൾക്കാർ ഭയങ്കര സങ്കടമായിരുന്നു. അവർക്ക് എന്തേ വരാൻ പറ്റാം. എന്നോട് തന്നെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, അവരെന്താ കൊണ്ടുവരാത്തത്, ഒരു വാഹനം അയച്ചിട്ട് അവരെന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഒരു കാരണം. അന്നേരം അവർ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ജനത്തിന് വല്ലാത്തൊരു ആഹ്ലാദമുണ്ട്. അതാണ് ഇങ്ങനെ പ്രതിഫലിച്ചത്. പിന്നെ ഈ മടങ്ങി വരൽ വളരെ വളരെ നല്ല വൃത്തി പെർഫെക്റ്റായി സീക്വൻസ് ചെയ്തൊരു സാധനമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ നല്ലതായിരുന്നു. കൃത്യസമയം എന്താ 3:27 ഇറങ്ങുന്നെന്ന് പറഞ്ഞു, വളരെ കൃത്യമായിട്ട് ഇറങ്ങി. സ്പ്ലാഷ് ഡൗൺ ഭംഗിയായിരുന്നു. ഇതിനിടയിലൊക്കെ അപകടം പറ്റാം. ഇത് അന്തരീക്ഷത്തിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൻ്റെ കാര്യമൊക്കെ ദിലീപ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. 3000 കൂടുതൽ ഡിഗ്രി താപത്തിലാണ് ഇറങ്ങുന്നത്. പിന്നെ ഇവരുടെ പ്രോട്ടോക്കോൾ, പൊതുവേ അമേരിക്കക്കാരുടെ പ്രോട്ടോക്കോൾ കടലിൽ ഇറക്കുക എന്നുള്ളതാണ്. റഷ്യക്കാരാണെങ്കിൽ അവർ കരയിലാണ് ഇറക്കുക. ചൈനയും കരയിലാണ്. അതിന് കാരണമുണ്ട്. ഈ അമേരിക്കയുടെ വിക്ഷേപണ സ്ഥലങ്ങൾ എല്ലാം കടലിനടുത്താണ്. അതുകൊണ്ട് അവർ ആദ്യം കാലം തൊട്ടേ, നമ്മുടെ മെർക്കുറിയുടെ കാലം തൊട്ട് തന്നെ കടലിലാണ് ഇറക്കുക. കടലിലിറക്കിയിട്ട് ഹെലികോപ്റ്ററോ ബോട്ടോ ഒക്കെ രക്ഷപ്പെടുത്തി കപ്പലിൽ കൊണ്ടുവന്ന് വിമാനത്തിൽ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. യൂറി ഗഗാറിൻ ഇറങ്ങിയത് കരയിലാണ്. റഷ്യക്കാരുടെ എല്ലാവരും ഇറങ്ങിയത് കരയിലാണ്. ഇത് കുറച്ചും കൂടി ഹീറ്റും ഇത് അബ്സോർബ് ചെയ്യാൻ കുറേ കൂടി സേഫാണെന്നാണ് പൊതുവെ പറയുന്നത്. സേഫാണ്, അതിലും അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഭംഗിയായിരുന്നു. ആൾക്കാരിങ്ങനെ 3 മണിക്ക് എന്നെ 3:15 ഒരാൾ വിളിച്ചുണർത്തി. ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു. എന്നാലും അങ്ങനെ കാണുന്നില്ലേ, ഞാൻ കാണുന്നുണ്ട്. വളരെ പെർഫെക്റ്റ്ലി ടൈംഡായിരുന്നു. ഇനി അവർ കുറേ ദിവസം 10-45 ദിവസം അവർക്ക് വിശ്രമത്തിലാണ്. എന്തായാലും കുടുങ്ങിപ്പോയത് കഷ്ടം. പക്ഷെ അവരത് വളരെ ഭംഗിയായിട്ട് എടുത്തുല്ലോ. അവർ യാതൊരുവിധ ഫ്രസ്ട്രേഷനും ഇല്ലാതെ നല്ല പരിചയമുള്ളവരാണ് രണ്ടുപേരും ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു കമ്പനി അവരുടെ ടെസ്റ്റ് വെഹിക്കിളിലെ പൈലറ്റുമാരെ ഉപയോഗിക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കും? ഏറ്റവും നല്ല ആൾക്കാരല്ലേ എടുക്കുകയുള്ളൂ അല്ലേ? പിന്നെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ടെസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുമ്പോഴേ അത് അപകട സാധ്യത കൂടിയ സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വിൽമോറും ഇവർ രണ്ടുപേരും ഇതിൽ ചാടി പുറപ്പെട്ടത്. അവരുടെ പൂർവ്വചരിത്രം നോക്കിയാലേ അവരെത്രയോ വിമാനങ്ങൾ ഓടിച്ചിട്ടുണ്ട്, ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുണ്ട്, യുദ്ധത്തിന് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞവർ രണ്ടുപേരും മറ്റേ പൈലറ്റ് ട്രെയിനേഴ്സായിരുന്നു. വിമാനം പറത്തുന്നവരല്ല, വിമാനം പറത്തുന്നവരെ പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ ആത്മധൈര്യം വളരെ വളരെ ഹൈ ആണ്. പിന്നെ ഇത്ര റിസ്ക് എടുക്കാൻ അതുകൊണ്ടാണല്ലോ അവർ മിടുക്കന്മാരായത്. ജന്മനാ ഇത്ര റിസ്ക് എടുക്കാൻ അവർക്ക് ഒരു പ്രശ്നവും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സുനിത വില്യംസിന് ആ കാലത്തിൽ ഒരു ചർച്ചയിൽ ഞാനിവിടെ പെട്ടുപോയല്ലോ എന്നുള്ളൊരു തോന്നൽ ഒരിക്കൽ പോലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അവരതിന് മുമ്പ് പോയി താമസിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പോഴും പോയി താമസിക്കുന്നു എന്നുള്ളൊരു വട്ടത്തല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? അതെ അതെ അതെ. അവർ അവസാനം ഇപ്പോഴവരൊരു പരാതിയും പറഞ്ഞിട്ടില്ല, ഞാൻ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുവന്നില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നലേ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാസയിലെ വളരെ സീനിയറായ
രണ്ടുപേരാണ് ഈ ബിജുൻ മോറും സുനിൽ. അതെ അതെ അതെ. അപ്പോൾ ഈ 88 മറ്റാണ് സുനിത വില്യംസ് നാസിയിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ നിലയത്തിലേക്കുള്ള മൂന്നാമത്തെ ദൗത്യവും കൂടിയായിരുന്നു സുനിത വില്യംസ്. ഈ യഥാർത്ഥത്തിൽ ഈ ഒരു 10 ദിവസത്തെ ദൗത്യവുമായിട്ട് എത്തിയ ആൾ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആളുടെ ദൗത്യം 9 മാസത്തേക്ക് നീളുകയാണ്. അപ്പോൾ അവർ ഇത്രയും കാലം എന്താണ് അവിടെ ചെയ്യുക? അവർക്ക് എന്താണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്നത്? അന്തർദേശീയ ബഹിരാകാശ നിലയത്തിൽ ഓരോ ആൾക്കാർക്കും പ്രത്യേക അസൈൻ ഡ്യൂട്ടി ഇല്ലേ? എന്തായാലും നീ വെറുതെ ഇരുന്നോന്ന് ആരും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെറുതെ ഇരുന്നോന്ന് ആരും പറയില്ല. നാസയുടെ ഒരു പരിപാടിയല്ലേ. അപ്പോൾ ഇവർ ഒരുപാട് എക്സ്പീരിയൻസിലാണല്ലോ. അവരെന്തെല്ലോ പരീക്ഷണങ്ങൾ ചെയ്ത് കാണും, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണും. അവരതിനിടയിൽ അവരെ കമാൻഡറാക്കിയില്ലേ, നിലയത്തിൻ്റെ കമാൻഡറാക്കി. അപ്പം നാച്ചുറലി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ത് കാണും. ഈ 9 മാസം കൊണ്ട് അവർ സാധാരണ യാത്രയിൽ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തു കാണും. കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്ന പരീക്ഷണങ്ങളൊക്കെ ഒരു ഏകദേശ രൂപമല്ലാതെ നമുക്ക് എന്തറിയാം. ഒരു മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെൻ്റ് ആണ് പ്രധാനമായിട്ട് നടക്കുന്ന. മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെൻസ് ആണ് പരീക്ഷണങ്ങൾ. അവിടെ നടക്കുന്ന പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മാനവരാശിക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലാണ് അവർ പരീക്ഷണം നടത്തുന്നത്. അവർ മൈക്രോഗ്രാവിറ്റിയിൽ നടത്തുന്ന മെറ്റലർജിയിലെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, ബോട്ടണിയിലെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, ഇലക്ട്രോണിക്സിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ചെടി വളർത്തലുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ ചിലവുള്ള കാര്യമല്ലേ. വെറുതെ അങ്ങനെ ISS അവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമല്ല. അതുകൊണ്ട് നാസയായാലും മറ്റ് രാജ്യങ്ങളായാലും 15 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവരെന്തായാലും ഇത്രയും വലിയൊരു സാധനം ഒരുപാട് പൈസയും ചിലവ് ചെയ്ത ആൾക്കാരെയൊക്കെ വെച്ചാൽ അവിടെ ഫാൻസിക്ക് വേണ്ടി നിർത്തുമല്ലോ. നമ്മൾ ചന്ദ്രനിൽ പോയ പരിപാടി നോക്കൂ, റെപ്പിറ്റേഷൻ വരുമ്പം അതങ്ങ് നിർത്തിയില്ല അവർ. ഇപ്പോൾ അപ്പോളോ 17 കാണും നിർത്തിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് 4 അപ്പോളോ കാണും പോകാനിരുന്നതാണ്, അതവർ നിർത്തി. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇവർ പണ്ടേ പൊളിച്ചു കൊണ്ടുവന്നേനെ. ആവശ്യമുള്ളത് കൊണ്ടല്ലേ അവർ ഇപ്പം നിർത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പരീക്ഷണശാലയാണ്. വലിയൊരു പരീക്ഷണശാലയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും വലിയൊരു പരീക്ഷണശാലയാണ്. ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം, എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യം, ഉറങ്ങാനുള്ള സൗകര്യം. പിന്നെ അവിടെ ജീവിക്കലെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. നമ്മളെല്ലാവരും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ല പലരും ഇപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേറ്റ് കൃത്യസമയത്ത് കുളിച്ച് പല്ല് തേച്ച് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ക്ലോക്ക് അവർക്ക് ക്ലോക്കായിട്ട് നോക്കാമെങ്കിലും നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. 16 പ്രാവശ്യം സൂര്യൻ ഉദിക്കും, 16 പ്രാവശ്യം സൂര്യൻ അസ്തമിക്കും അല്ലേ? നമുക്ക് എല്ലാത്തിൻ്റെയും സൂചന നമ്മുടെ വാച്ച് അല്ലെങ്കിൽ പിന്നെ എന്താ? ഞാൻ പറയാം, വാച്ച് അല്ലെങ്കിൽ പിന്നെ എന്താ? സൂര്യനാണ്. എൻ്റെ അമ്മോ നട്ടുച്ചയായി അല്ലേ? നട്ടുച്ച ഇനി പകുതി ദിവസമുള്ളൂ എന്നാണ്. ഈ 16 പ്രാവശ്യം സൂര്യൻ ഉദിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ടേ 45 മിനിറ്റോടെ നട്ടുച്ചയായില്ലേ? സൂര്യൻ ഉദിച്ചിട്ട് 45 മിനിറ്റ് കഴിയുമ്പോൾ നട്ടുച്ചയായി. അത് കഴിഞ്ഞ് 45 മിനിറ്റ് സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ഇല്ലേ 90 മിനിറ്റുള്ളൊരു ഉദയം ഒരു അസ്തമനവും കഴിഞ്ഞില്ലേ? അപ്പം അതിൽ മാത്രമല്ല, നമ്മൾ മൈക്രോഗ്രാവിറ്റിയിൽ ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് പോലെ അല്ലല്ലോ. ഒന്നും നമ്മുടെ മസിലിൻ്റെ കാര്യമായാലും ശരി, നമ്മുടെ ബ്ലഡ് ശരീരത്തിലെ ഫ്ലൂയിഡിൻ്റെ കാര്യമായാലും ശരി, ഉറക്കത്തിൻ്റെ കാര്യമായാലും ശരി, പല്ല് തേപ്പായാലും ശരി, കുളിയേ ഇല്ലെന്നാണ് പറയുന്നത്. വെള്ളം തൊട്ട് കുളിക്കാനേ പറ്റില്ല, സ്പഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അവിടെ ജീവിതം ഭൂമിയിലുള്ളതുപോലെ സുഖപ്രദം. ആരോ പറഞ്ഞ പോലെ എന്താണ് ഈ മനോഹര തീരത്ത് തന്നെ പറഞ്ഞ പോലെ ഇതിനേക്കാളും നല്ല സ്ഥലമില്ല ബഹിരാകാശത്തായാലും ശരി. എന്നാലും മാനവരാശിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പരീക്ഷണം നടത്തുകയും അതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റും അഡ്വഞ്ചറൊക്കെ ഉൾക്കൊണ്ടുകൂടി ജീവിക്കുന്ന കുറേ പേരുള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ അറിയാൻ കഴിയുന്നത്. ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ടോയെന്നറിയാം, എങ്ങനെയാണ് ബഹിരാകാശത്ത് പോവുക? എന്നെ കൊണ്ടുപോകുമോ? ഒരു മനസ്സിലായി. സാധാരണ സ്കൂളിലൊക്കെ പോയാലേ കുട്ടികൾ ചോദിക്കുന്നത് എനിക്കും ബഹിരാകാശത്ത് പോകാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്കൂളിൽ പറഞ്ഞു എനിക്കും പോകണം ചന്ദ്രനിൽ വന്നിട്ട് കുട്ടികളോട് സംസാരിച്ചത്. എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നൊരു കുട്ടിക്ക്, എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അറിയാം. നിങ്ങൾ വിശ്വസിക്കില്ല, എല്ലാവരും റെഡിയാണ് ചന്ദ്രനിൽ പോകാൻ. അങ്ങനെയാണ് കുട്ടികളുടെ. ഇത്രയും ദിവസം, അതായത് 9 മാസം കഴിഞ്ഞതിന് ശേഷം എത്തുന്ന സുനിത വില്യംസിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, മാനസിക നിലയെ സംബന്ധിച്ചാണ് ആശങ്ക. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾ അതുപോലെ തന്നെ പൊതുസമൂഹത്തിനായ ഒരു ആശങ്കയുണ്ട്. അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ മാനസിക നിലയെക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ട. കാര്യം അവരൊരിക്കൽ പോലും ഒരു ഡിപ്രഷനോ അങ്ങനെ ഞാൻ പെട്ടുപോയി നമ്മളെ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവർക്ക് കുറച്ച് പ്രായമൊക്കെ ആയില്ലേ. അവർ 10 കൊല്ലം മുമ്പാണ് ഇതിൻ്റെ മുമ്പത്തെ യാത്ര നടത്തിയത്. ഭൂമിയിൽ 10 കൊല്ലം അധികം ജീവിച്ചില്ലേ. അവർക്ക് പണ്ടത്തെ പോലെ ഇത് താങ്ങാൻ പറ്റുമോ? അത് പ്രായം എന്തായാലും അവരെ ബാധിക്കില്ലേ. പിന്നെ അവർ അപ്രതീക്ഷിതമായി പോകുന്നതും ഞാനിനി 360 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് വീട്ടിൽ പറഞ്ഞ് പോകുന്നതും നമുക്ക് സാധാരണ നാട്ടിലായപ്പോൾ ഒരു പ്രശ്നമല്ലേ. ദിലീപിൻ്റെ കേസ് തന്നെ എടുത്തോ. ഞാൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇനി ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെയും പറയാൻ പറ്റില്ല. എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല എന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞാലോ. ഇനി ഞാൻ എപ്പോഴാണ് വരുന്നത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പറ്റുന്നത്ര നേരത്തെ വരാമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് സാധാരണ ഏത് മനുഷ്യനും ഉണ്ടാവില്ല. ഇതിപ്പോൾ ആർക്കും അറിഞ്ഞുകൂടല്ലോ. നമ്മൾക്കറിയുന്നതിനേക്കാളും കൂടുതൽ അവർക്കറിയായിരിക്കും. എന്നാലും
ആർക്കും അറിഞ്ഞുള്ളൂ എന്നാ കൊണ്ടുവരാൻ പറ്റുമോ. ഇപ്പോൾ ഈ ക്രൂ 10 പോകാൻ ഒരു ദിവസം താമസിച്ചില്ലേ, 1-2 ദിവസം താമസിച്ചില്ലേ, വിക്ഷേപണം വൈകി അല്ലേ, വിക്ഷേപണം വൈകിയില്ലേ. അപ്പോൾ ഒരു ദിവസമില്ലല്ലോ. എന്തായാലും ഈ ബഹിരാകാശത്ത് പോയി വരുന്നവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യത? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നാമത് നമ്മുടെ ഗുരുത്വാകർഷണം കൊണ്ടുണ്ടാകുന്ന, ഇപ്പം നിങ്ങളുടെ തലയിലേക്ക് രക്തം ഓടുന്നത് എങ്ങനെയാണ്? പമ്പ് ചെയ്തിട്ടല്ലേ. എന്തുകൊണ്ടാണ്? രക്തം തലയുടെ മുകളിലായതുകൊണ്ടല്ലേ. നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ മുകളിലും താഴെ ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിയാൽ നിങ്ങളുടെ പാർട്ടിനെല്ലാം കൂടെ തല തെറ്റില്ലേ, ഇല്ലേ? നിങ്ങൾ ഈ ഞാൻ എപ്പോഴും ദിലീപിനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താഴെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ആകർഷിക്കുന്ന ഭാഗം നമ്മുടെ താഴെ അല്ലേ, താഴെ, അതായത് ഭൂമിയുടെ ആകർഷണം. താഴെ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? ഭൂമിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതുകൊണ്ട് അതാണ് നമ്മുടെ താഴെ. അപ്പം മേലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെതിരായ ഭാഗം മേലെ. അത് ഭൂമിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഞാൻ നിൽക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്നു, ഞാൻ കിടക്കുമ്പോൾ എന്നെ ആകർഷിക്കുന്നു. അതല്ലാത്ത ഭാഗം മേലെയാണ്. ഇതാ താഴെ മേലെ ഇല്ലാത്തൊരു സ്ഥലം, ആരും ആകർഷിക്കുന്നില്ല. ചന്ദ്രനിൽ പോയാൽ സ്ഥിതി ഇതല്ല, അല്ല. ചൊവ്വയിൽ പോയാൽ സ്ഥിതി ഇതല്ല. അവിടെ നിങ്ങൾ ആകർഷിക്കുന്നുണ്ട്. ഗുരുത്വാകർഷണം കുറവാണെങ്കിൽ അവിടെയും നിങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ഈ എന്താണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്, ഒരു ലിഫ്റ്റ് കയറിയാൽ താഴോട്ട് പോകുന്നതൊക്കെ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നില്ലേ? സ്ഥിരമായി വീട് കൊണ്ടിരിക്കുന്ന ഈ സാധനത്തിൻ്റെ അകത്ത് ഗുരുത്വാകർഷണം ഇല്ലാന്നല്ല പറയുന്നത്, ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നില്ല എന്നാണ്. ഗുരുത്വാകർഷണം ഇല്ലാതാവില്ല അടി, പക്ഷേ അനുഭവപ്പെടുന്നത്. ആ അവസ്ഥയിൽ നിങ്ങൾ ചോദിച്ച പോലെ രക്തം എങ്ങനെ ഓടുക, ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുക, ഈ മുഖമൊക്കെ ഇങ്ങനെ ഫ്ലഫി ആവുന്ന പറയുന്നത്. കണ്ണിൻ്റെ താഴെയൊക്കെ സുനിത വില്യംസിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, പോയ ഉടനെ ഒരു ബാക്ടീരിയൽ പ്രോബ്ലം ഉണ്ട്, അവിടെ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. കണ്ണിന് പഫി ആയി, അതൊക്കെ അതിൻ്റെ കൂടെ സാധാരണയുള്ളതാണ്. ഇത് സുനിത വില്യംസ് ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പോകുന്നവർക്കൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ മസിൽ ലീക്കാവില്ല. 3 മണിക്കൂറൊക്കെ ഇവര് മറ്റേ മാരത്തോണം ഓടിയില്ലേ അവിടെ, അല്ലേ? സുനിത വില്യംസ് മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെ അതെ. പിന്നെ EV ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് പുറത്ത് കടന്നിട്ട് വന്ന് എനിക്ക് തോന്നുന്നു ലോങ്ങസ്റ്റ് EV ആക്ടിവിറ്റീസ് സുനിത വില്യംസ് നടത്തുന്നത്. സ്ത്രീ അവരാണെന്ന് തോന്നുന്നു ക്രെഡിറ്റ്. പിന്നെ അറ്റകുറ്റപ്പണികൾ ഏറ്റവും സമീപകാലത്ത് അവർ നല്ല അവർക്ക് നമ്മൾ സ്റ്റാർലൈനറിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാലേ അവരൊരു ഒന്നാന്തരം പൈലറ്റാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള സഞ്ചാരിയാണ്, ടെക്നിക്കലി വളരെ സൗണ്ടാണ്, എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഇതൊക്കെ പറയില്ലേ നമ്മൾ ചന്ദ്രനിൽ എന്തുകൊണ്ടാണ് നീൽ ആംസ്ട്രോങ് പോയതെന്ന് ചോദിച്ചാലേ പല കാര്യങ്ങളും പറയുമെങ്കിലും അങ്ങനെ മറ്റേ ആദ്യത്തെ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നമ്മുടെ അടുത്ത കാലത്ത് ഇന്ത്യ ഒരു ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയില്ലേ. അപ്പോൾ ഈ ആദ്യത്തെ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിനെ ഇനി ഒരു ജെമിനി പ്രോഗ്രാമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പോയിട്ട് ആ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൽ ഇവർ ഡോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ വാഹനങ്ങൾ 2 അജീന എന്നായിരുന്നു വാഹനത്തിൻ്റെ പേര്, അത് കിടന്ന് ഇങ്ങനെ ഉരുളാൻ തുടങ്ങി. അപ്പോൾ ഭൂമിയിലുള്ളവരൊക്കെ വിചാരിച്ചത്രേ ഇനി ഇവർ രണ്ടുപേരും രക്ഷപ്പെടില്ല. അങ്ങനെ വളരെ സമർത്ഥമായിട്ട് എമർജൻസി അൺഡോക്ക് ചെയ്തു. അൺഡോക്ക് ചെയ്യലെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, അത് ഇങ്ങനെ പിടിപ്പിച്ച സാധനം എമർജൻസി അൺഡോക്ക് ചെയ്തിട്ട് അത് ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ആ മനസ്ഥൈര്യം ആണ് ഒരു കാരണം. എന്തുകൊണ്ട് ബസ് ആൾട്രിനെ അല്ലാതെ ആംസ്ട്രോങ്ങിനെ ഇറക്കി എന്നുള്ളതിൻ്റെ ഒരു കാരണം. അതുപോലെ ഈ സുനിത വില്യംസിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് വല്ലാത്തൊരു മനസ്ഥൈര്യമുള്ള, ഒരുപാട് ടെക്നിക്കൽ കേപ്പബിലിറ്റിയുള്ള, എന്തുകൊണ്ടും അതിയോഗ്യയായ ഒരു വനിതയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ നമ്മുടെ നാട്ടിലെ വനിതകൾക്കെല്ലാം വലിയൊരു അഭിമാനമാണ് സുനിത വില്യംസ്. അവരുടെ പേര് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, ഇത്രയും ആൾക്കാർ ശ്രദ്ധിച്ച ഒരു ദൗത്യം ഉണ്ടായിട്ടേയില്ല. ഒരു ബഹിരാകാശ ദൗത്യവും പൊതുജനം വളരെ കുറച്ച് പേരെ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഇത് എല്ലാവരും ശ്രദ്ധിച്ചു, ഒരുപാട് പേര് ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് കുട്ടികളും വിദ്യാർത്ഥികളും ഈ പിന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ പേടകം ഭൂമിയിലേക്ക് എത്താൻ 17 മണിക്കൂറാണ് എടുത്തത്. നേരെ ഇങ്ങ് പോന്നാൽ പോരായിരുന്നു, ഇത്രയും 17 മണിക്കൂർ കൽപ്പന ചവളയാവണം അല്ലേ? അതെ. ഒരു ഓർബിറ്റിൽ നിന്നേ നമ്മളൊരു SRE എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഇന്ത്യ നടത്തിയിട്ടില്ലേ? നടത്തിയിട്ടില്ല, എനിക്ക് തോന്നുന്നു കുറേ കൊല്ലം മുമ്പാണ്. അപ്പോൾ ഒരു ഓർബിറ്റിൽ നിന്നേ, ഭൂമിയെ കറങ്ങുന്ന ഒരു ഓർബിറ്റിൽ നിന്നേ, അത് ഓർബിറ്റ് ചെയ്താലാണ് വരുന്നത്. ഇങ്ങനെ പതുക്കെ വരുള്ളൂ, ഇങ്ങനെ ഒന്ന് കറങ്ങി എന്നിട്ട് അവസാനം അന്തരീക്ഷത്തിലെത്തും. ഓർബിറ്റിൽ നിന്ന് വിട്ടാലേ താഴെ വരുള്ളൂ. അവിടുന്ന് ഇങ്ങനെ താഴോട്ട് മൂക്കൂത്തി ചാടി വരാനൊന്നും പറ്റില്ല. അത് വരണമെങ്കിൽ അന്തരീക്ഷത്തിലെത്തണം. ഇപ്പോൾ ഈ വാഹനം തന്നെ എനിക്ക് തോന്നുന്നത് എത്ര 3:37 ഇറങ്ങിയത്, ഒരു 2.5 മണിക്കോ മറ്റുമാണ് ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചത്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഡെൻസായ വായുമണ്ഡലം എന്ന് നമ്മൾ പറയുന്ന സാധനത്തിൻ്റെ അകത്ത് പ്രവേശിച്ചത്. അതിന് മുമ്പ് അതിൻ്റെ ഉയരത്തിൽ നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഉയരത്തിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് കണികളൊന്നുമില്ല, വായു കണികളൊന്നുമില്ല. അതിലേക്കൂടി ഒരു സാധനം വീണാൽ ഒന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് അന്തരീക്ഷത്തിൻ്റെ അകത്തുകൂടി വീണാൽ
പിന്നെ അത് നമുക്ക് ഓർമ്മയില്ലേ മറ്റേ കൽപ്പന ചൗളയുടെ കഥ, അതിൻ്റെ കത്തി ചാമ്പലായി വളരെ 3000 ഡിഗ്രി 3500 ഡിഗ്രിയൊക്കെ ചൂടിലാണ് ഈ വാഹനം വരുന്നത്. പിന്നെ ഭൂമിയിലേക്ക് അങ്ങനെ വന്നാലേ ആ വേഗതയിൽ ഭൂമിയിലേക്ക് വന്ന് എന്താ സംഭവിക്കുക? ഒരു ഇടിയല്ലേ, ഇടിയില്ല നമ്മൾ ചന്ദ്രനിലേക്ക് അതിവേഗം വന്നൊരു ഇടിയല്ലേ ഭൂമിയിലേക്ക് വന്നത്. ഒന്ന് കത്തി നശിക്കും, ഇനി കത്താതിരിക്കാനുള്ള കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് വന്നാലോ കടലിൽ വിടാം, അത് താഴെ പോകില്ലേ. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അത്ര 5 പാരച്ചൂട്ടാണ്, 2 പാരച്ചൂട്ടും പിന്നെ 3 പാരച്ചൂട്ടും വേഗത കുറച്ചിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനെ വന്നിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിന് കുറേ സമയം എടുക്കുന്നത് കൺട്രോൾ ചെയ്യാനൊക്കെ. 400 കിലോമീറ്റർ വരാൻ അത്ര സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വരാം. അതല്ലല്ലോ, അത് മാത്രമല്ല എവിടെയെങ്കിലും ഇറങ്ങിയാൽ പോരല്ലോ, എവിടെയെങ്കിലും ഇറങ്ങിയാൽ പോരാ, അവർ കപ്പൽ കാത്തു നിൽക്കുന്നതിൻ്റെ വളരെ അടുത്ത് തന്നെ ഇറങ്ങണം, എന്നാലേ അവർ രക്ഷിക്കാൻ പറ്റുള്ളൂ. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഈ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കർഷണം ഏതാണ്ട് ഈ പേടകം കടന്നു വന്നപ്പോൾ എന്താണ്ട് 4000 ഡിഗ്രി സെൽഷ്യസിൻ്റെ ചൂടായിരുന്നു. അപ്പോൾ ഇതെന്താണ് ഈ പേടകം ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്? അതിന് മുമ്പിൽ സാധനമുണ്ട്, തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ സ്പേസ് മ്യൂസിയത്തിൽ ചെന്നാലേ നമ്മുടെ SREയുടെ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒട്ടിച്ച് വെച്ചത് കാണാം. ആ 4000 ഡിഗ്രി വിസ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ കൊണ്ട് അത് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് അകത്തുള്ളതിനൊന്നും, അകത്ത് ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങളും കൺട്രോളൊക്കെ ഇല്ലേ, മനുഷ്യൻ മാത്രം അകത്ത് ഈ ചൂട് അനുഭവപ്പെടില്ല. അകത്ത് ഈ ചൂട് അനുഭവപ്പെടാത്ത ഒന്നാന്തര ഇൻസുലേറ്ററുകൾ ഉണ്ടാക്കിയ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം TPS ആണ് അതിന് പറയുന്നത്. നമ്മുടെ ഇസ്രോക്കൊക്കെ സ്വന്തമായിട്ടുണ്ട്, സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിലൊരു വീഴ്ച വന്നതുകൊണ്ടല്ലേ കൽപ്പന ചൗള ഈ ഇതേപോലെ പിന്നെ ബഹിരാകാശത്തേക്ക് പോയി പിന്നെ മടങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റാത്ത അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, സംഭവങ്ങളുള്ള ഒരു ലീക്ക് കൊണ്ട്, ഞാൻ ഓർക്കുന്നില്ല, ഒരു ലീക്ക് കൊണ്ട് 300 ദിവസം കണ്ട് 330 ദിവസം കൊണ്ട് അവിടെ താമസിച്ച ഒരു കേസുണ്ട്. അവസാനം റഷ്യയുടെ സോയൂസ് വാഹനം കൊണ്ടുപോയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നത് ഇവരീ പോയിട്ട് കൊണ്ടുവരാമായിരുന്നില്ലേ, ഒരു വാഹനം അയച്ച് കൊണ്ടുവരാമായിരുന്നില്ലേ. അവർക്ക് ഒരു ഇൻസ്റ്റൻസ് ഉണ്ട് ബഹിരാകാശത്ത്, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവർ 300 ദിവസം താമസിച്ചു. അവിടെ 300 ദിവസമൊക്കെ താമസിക്കാം, ഭക്ഷണമുണ്ട്, താമസിക്കാൻ സ്ഥലമുണ്ട്, ഉറങ്ങാൻ സ്ഥലമുണ്ട്, പിന്നെ എന്താ അവിടെ താമസിക്കുന്നതിന്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു പേടകത്തിൽ പോയ ഒരു ആള് പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് മടങ്ങാൻ പറ്റാതെ, അത് അല്ല മടങ്ങാൻ പറ്റാതല്ല, അത് ഒരു പാസ്പോർട്ട് കൊണ്ടൊരു സ്ഥലത്ത് പോയാലേ തിരിച്ചു വരുമ്പോൾ പാസ്പോർട്ട് വാലിഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ. ഇവിടെ പോകുമ്പോൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, തിരിച്ചു വരുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. അപ്പോൾ പിന്നെ ഏത് നാഷണാലിറ്റി ആണെന്നുള്ളൊരു ചോദ്യം വരില്ലേ. അതെ, അല്ലാതെ കാലതാമസം വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സുനിതയുടെ മടക്ക യാത്രയും എല്ലാം ഈ അങ്ങോട്ടുള്ള യാത്രയും അനുബന്ധമായി ഉണ്ടായ സംഭവങ്ങളും നൽകുന്ന പാഠം എന്താണ് ബഹിരാകാശ ശാസ്ത്ര ലോകത്തിനും അല്ലാതെയും? ഒരു ബേസിക്കലി കുറേ കൂടി ഞാൻ പറയാ, ഒരു നാസയുടെയും ഒരു സോയൂസിൻ്റെയും ഒക്കെ ആശ്രയിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ 15 രാജ്യങ്ങളുടെയാണ്, ചൈനയ്ക്ക് വേറൊരു സ്പേസ് സ്റ്റേഷനുണ്ട്. ഇത് കുറേ കൂടി മാനവ സഹകരണത്തിൻ്റെ ആണെങ്കിലേ വേറെ ആരുടെങ്കിലും ഒരു വാഹനം, ഇപ്പോൾ 8 പോർട്ടുകൾ അവിടെയുണ്ട്. ഈ 8 പേടകങ്ങൾ അവിടെ ചെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ബസ് സ്റ്റാൻഡ് എന്ന് സങ്കല്പിച്ചാലേ 8 ബസ്സിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പോർട്ടുകൾ അവിടെ ഉണ്ട്. അതിൽ നമ്മളെ ഷട്ടിലാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്, സ്പേസ് ഷട്ടിൽ പോയതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ നിർത്തിയത് കൊണ്ടാണ് ഈ കരാർ കൊടുക്കാനും പിന്നെ മറ്റ് വാഹനങ്ങളും ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ, അല്ലെങ്കിൽ ഷട്ടിൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ കുറേ കൂടി വലിയ അന്തർദേശീയ സഹകരണം, അതായത് നമ്മൾ രാജ്യങ്ങളുടെ അതിർത്തി വിട്ടിട്ട് ബഹിരാകാശം ഒരു അന്തർദേശീയ സാധനമായാലേ വേറെ ഏതെങ്കിലും ഒരു വാഹനം ഞങ്ങൾ പോകുന്നുണ്ട് മറ്റന്നാൾ അവരെ കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ നമ്മൾ എത്തേണ്ടത് അല്ലേ. ഞങ്ങൾ റെഡിയാണെന്നല്ല, ഞങ്ങൾ മറ്റന്നാൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകുന്നുണ്ട്, അപ്പോൾ അവരെ കൊണ്ടുവന്നോളാന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ല. വളരെ കൊളോക്കിയലായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ കൊണ്ടുപോയ ആൾ തന്നെ കൊണ്ടുവരണം. ഒരാൾ സ്റ്റാൻഡ് ചെയ്ത് എന്താ പറ്റുക? നമ്മളിപ്പോൾ നാട്ടിലൊരാൾ പെട്ടെന്ന് സ്റ്റാൻഡേർഡായി എന്താ പറ്റുക? നിങ്ങളത് വഴി പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവന്നു എന്ന് പറയില്ല. അങ്ങനെ ഒരു കാലത്തേക്ക് നമ്മൾ വളരണം. ഒരു അന്തർദേശീയ സഹകരണത്തിലേക്ക് എൻ്റെ ISS, എൻ്റെ വാഹനം, നിങ്ങളുടെ വാഹനം, ചൈനയുടേത് വേറെ, റഷ്യയുടേത് വേറെ, അത് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു അറ്റ്ലീസ്റ്റ് സഹകരണമെങ്കിലും അതാത് രാജ്യങ്ങൾ ചെയ്തോട്ടെ, അത് സാരമില്ല, ഞങ്ങളുടെ വാഹനത്തിൽ അവരെയും കൊണ്ടുവരാമെന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വളർന്നേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് വേണ്ടേ നമുക്ക്? അതാണ് സാധ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിൽ ഒരുപാട് പണച്ചെലവുള്ള, ഒരുപാട് രാഷ്ട്രീയമുള്ള മേഖലകളാണ്. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആലോചിച്ചാൽ അത്തരം സഹകരണം ഉണ്ടെങ്കിൽ
ഇത്തരം ഈ 9 മാസമൊന്നും വേണ്ടി വരില്ലായിരുന്നു. ചിലപ്പോൾ 10-15 ദിവസം കൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നിരിക്കണം. മനുഷ്യനിപ്പോൾ ഗോളാന്തര യാത്രകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി. ചൊവ്വയിൽ ഇറങ്ങുന്നില്ലേ പറയുന്നത്, 5 കൊല്ലം കഴിയുമ്പോൾ ചൊവ്വയിൽ ഇറങ്ങുന്നതാണ്. ചന്ദ്രനിൽ താമസിക്കാൻ പോകുന്നു, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വലിയ പിടിയില്ലാത്ത മേഖലയാണ്. എന്നാലും ചന്ദ്രനിൽ താമസിക്കാൻ പറ്റും. എന്തുകൊണ്ട് താമസിച്ചുകൂടാ? ബഹിരാകാശത്ത് താമസിക്കാൻ പറ്റുമെങ്കിൽ ചന്ദ്രനിൽ താമസിക്കാൻ പറ്റും. അവിടെ ഒന്നുമില്ലെങ്കിൽ നിൽക്കാനൊരു തറയുണ്ടല്ലോ, ഇവിടെ അതില്ലല്ലോ. ഇവിടെ അല്ലേ സാറിൻ്റെ ഒരു ഇതിൽ അനുസരിച്ച് ഒരു അടുത്ത ഒരു 1/4 നൂറ്റാണ്ടിനുള്ളിൽ മനുഷ്യൻ ചേക്കേറും? സാധ്യമാണ്. കാര്യം നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക വിദ്യ വെച്ചിട്ട് ഒരു 9 മാസമാണ് ചൊവ്വയിലേക്ക് പോകാനുള്ള സമയം. ഇപ്പോൾ പറയുന്നത് ആധുനിക റോക്കറ്റ് സാങ്കേതിക വിദ്യ 3 മാസം കൊണ്ട് ചൊവ്വയിലെത്താൻ പറ്റുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ പോകാത്തത് അല്ലെങ്കിൽ താല്പര്യപ്പെടാത്തത് 1 കൊല്ലം അങ്ങോട്ട് പോകാൻ വേണം, 1 കൊല്ലം ഇങ്ങോട്ട് പോകാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. യാത്രക്ക് തന്നെ 2 കൊല്ലം വേണത്. ഒരു 3 മാസം കൊണ്ട് എത്താവുന്ന കാലമൊക്കെ വരുമെന്ന് പറയുന്നു. ചില റിപ്പോർട്ടുകൾ വരുന്നത് 3 മാസം കൊണ്ട് എത്താം. അപ്പോൾ ഒരു 6 മാസം 3 മാസം യാത്രയൊക്കെ പോയിട്ട് വരുന്നൂടെ? പണ്ട് കപ്പലിലൊക്കെ ആൾക്കാർ 3 മാസമൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ മറ്റൊരു സ്ഥലത്ത് എത്തിയത് ഇല്ലേ? മനുഷ്യൻ 3 മാസമൊക്കെ യാത്ര ചെയ്യില്ലേ? പോയി കൂടായൊന്നുമില്ല, അവിടെ മനുഷ്യർ താമസിച്ചു കൂടായൊന്നുമില്ല. എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെയൊക്കെ താമസിക്കുന്നതാണ്. മനുഷ്യന് താമസിക്കാൻ പറ്റിയ ചുറ്റുപാടുകൾ ഉണ്ടാക്കുമ്പോൾ അത്രയും ബുദ്ധിയും സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതല്ലേ. പിന്നെ എത്ര കാലം ഭൂമിക്ക് പകരമാവില്ല, ഞാൻ പറഞ്ഞ പോലെ ഭൂമിക്ക് പകരം മറ്റൊന്നില്ല. പക്ഷേ ഒരു താൽക്കാലിക താമസ സ്ഥലം എൻ്റെ അഡ്വഞ്ചറൊക്കെ ഉണ്ടായിക്കൂടെ? സാധ്യമാണ്. ഇപ്പോൾ ചന്ദ്രൻ തന്നെ ജലസാന്നിധ്യമൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ നമുക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? സാന്നിധ്യം ഉണ്ടായാൽ പോരല്ലോ, കുടിക്കാൻ വെള്ളം വേണ്ടി. ഇപ്പോൾ അന്തർദേശീയ ബഹിരാകാശ നിലയത്തിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം ഒരു തുള്ളി വെള്ളം കളയാതെയാണ് അവർ ഉപയോഗിക്കുന്നത്. മറ്റേ ഹൈഡ്രജൻ ബാറ്ററിയുടെ വെള്ളം പോലും ഇങ്ങനെ വളരെ കുറച്ച് ഒട്ടും വെള്ളം കളയുന്നില്ല. ചന്ദ്രനിൽ പോലും നമുക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം വേണ്ടേ? വായുവും വെള്ളവും വേണ്ടേ? ഭക്ഷണവും വേണം. ഭക്ഷണം സാരമില്ലെന്ന് നോക്കാം. ഭക്ഷണം നമുക്ക് കൊണ്ടുപോകാം, 6 മാസത്തേക്ക് വേണം കൊണ്ടുപോകാനുള്ള സാങ്കേതിക വിദ്യ വേണം ഉണ്ടാക്കാം. പക്ഷെ വായുവും വെള്ളം എന്ത് ചെയ്യും? അപ്പോൾ ഇത്രയും നേരം ദേശാഭിമാനിയുമായി സംസാരിച്ച ശ്രീ വി പി ബാലഗംഗാധരൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു.